സ്കൂൾ തുറക്കാൻ ഒരു നാൾ മാത്രം ബാക്കി നിൽക്കെ കോക്കാട് ഗവൺമെന്റ് LPSലെ അടിസ്ഥാന സൌകര്യങ്ങൾ കടലാസിലൊതുങ്ങുകയാണ്. കൊട്ടാരക്കര വിദ്യാഭ്യാസ ഉപജില്ലയിലെ മികച്ച സർക്കാർ സ്കൂളുകളിലൊന്നായ കോക്കാട് ഗവൺമെന്റ് LPS പ്രവേശനോത്സവത്തിനൊരുങ്ങുമ്പോഴും സ്കൂളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടില്ല. ഭക്ഷണം പാകം ചെയ്യുന്ന കെട്ടിടവും മൂത്രപ്പുരയും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് രക്ഷിതാക്കൾ നേരത്തെ പരാതിപ്പെടുന്നുണ്ട്. പശ്ചാത്തല വികസനത്തെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക നിലനിൽക്കുന്നു. കോക്കാട് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് ആഹാരം വെക്കുന്ന ചെറിയ ഷെഡും തൊട്ടടുത്ത് ഒരു 3-4 മൂത്രപ്പുരകളുമാണ്. എന്നാൽ അതിൽ നിന്ന് മാറ്റി സ്ഥാപിച്ച് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കാത്ത തരത്തിൽ ശുചിയായി ഭക്ഷണം വെച്ചെടുക്കാനുള്ള താല്പര്യം PTA എടുക്കുമ്പോഴും ബന്ധപ്പെട്ട പഞ്ചായത്തിലും അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കും പലതവണ പരാതി PTA എന്ന തരത്തിൽ ഞങ്ങൾ നൽകുമ്പോഴും അതൊന്നൊരു നല്ല നിലപാടല്ല ഉണ്ടായിട്ടുള്ളത്. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് സമിതിക്കും DD ഓഫീസിലും പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുട്ടികളുടെ എണ്ണത്തിൽ ഉപജില്ലയിൽ 2ാം സ്ഥാനത്താണ് കോക്കാട് ഗവൺമെന്റ് LPS. സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ കുട്ടികൾക്ക് കുടിക്കാനോ ആവശ്യമായ ശുദ്ധജലം ലഭ്യമല്ല. ബന്ധപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും ശുചീകരണ പ്രവർത്തനങ്ങളോ ആരോഗ്യ ബോധവത്കരണ പരിപാടികളോ ഇവിടെ സംഘടിപ്പിക്കാറില്ല. PTA നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തുന്നത്. പകർച്ചവ്യാധികൾ വ്യാപകമായ ഈ സാഹചര്യത്തിൽ കാലവർഷം കൂടി എത്തുമ്പോൾ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അടിയന്തരമായി പാചകപ്പുര മാറ്റി ശുചിത്വമുള്ള പ്രദേശത്ത് സ്ഥാപിച്ചില്ലെങ്കിൽ ഈ അധ്യയന വർഷം ഭക്ഷണം തയ്യാറാക്കി കുട്ടികൾക്ക് നൽകേണ്ട എന്നാണ് നാട്ടുകാരുടെയും രക്ഷാകർത്താക്കളുടെയും തീരുമാനം. തികച്ചിപ്പം ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വെള്ളമോ അല്ലെങ്കിൽ മൂത്രപ്പുരയും മറ്റും വൃത്തിയാക്കുന്നതിനുള്ള വെള്ളമോ ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ പ്രവേശനോത്സവം തിങ്കളാഴ്ച തുടക്കം കുറിക്കുമ്പോൾ ഈ സ്കൂളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വലിയ വിഷയം തന്നെയാണ്. ബന്ധപ്പെട്ട അധികാരികൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് കുട്ടികളുടെ ആരോഗ്യം പരീക്ഷിക്കുന്ന തരത്തിൽ നിലപാടെടുക്കണം എന്നാണ് കോക്കാട് PTA പ്രസിഡന്റ് തരത്തിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.